സഞ്ചാരം എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മയിൽ വരുന്ന പേരാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടേത്. ഒരു സഞ്ചാരിയും ബിസിനസ്സുകാരനായും വിജയിച്ച മനുഷ്യനായിട്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെ വിലയിരുത്താനാകുന്നത്. എന്നാൽ ജപ്തിക്ക് മുന്നിൽ പകച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് അദ്ദേഹം. കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളിയിൽ ജനിച്ച അദ്ദേഹം മലയാളത്തിലെ ആദ്യ ദൃശ്യയാത്രാ വിവരണമായ സഞ്ചാരം എന്ന പരിപാടിയുടെ നിർമ്മാതാവും സംവിധായകനുമാണ്. ഒരു ആദ്യകാല ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി കൂടിയായ ഇദ്ദേഹം ചന്ദ്രയാൻ എന്ന ഇംഗ്ലീഷ് സിനിമയുടെ രചയിതാവും സംവിധായകനുമാണ്. നടാഷയുടെ വർണ്ണ ബലൂണുകൾ എന്ന പുസ്തകം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങൾക്ക് മികച്ച യാത്രാ വിവരണ ഗ്രന്ഥത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1992 ടെലിവിഷൻ ചാനലുകൾക്ക് വേണ്ടി ഡോക്യുമെൻ്ററികളും ടെലിഫിലിമുകളും നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം. തുടർന്ന് 25-ാം വയസ്സിൽ ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസിൻ്റെ ചുമതല ഏറ്റെടുത്തു. മാസം തോറും 36 വ്യത്യസ്ത വിദ്യാഭ്യാസ മാഗസിനുകൾ പ്രസിദ്ധീകരിക്കുന്ന പബ്ലിഷിംഗ് ഹൗസാണ് ലേബർ ഇന്ത്യ. തുടർന്ന് ലേബർ ഇന്ത്യ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, ലേബർ ഇന്ത്യ സോഫ്റ്റ്വെയർ ലബോറട്ടറീസ്, ലേബർ ഇന്ത്യ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ഹെറിറ്റേജ് ടൂറിസം പ്രോജക്റ്റായ ഫോൺഷോർ റിസോർട്ട്സ് എന്നിവ സന്തോഷ് ജോർജ് കുളങ്ങര ആരംഭിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 96% പലിശയ്ക്ക് കടം വാങ്ങിയ കാലമുണ്ടായിട്ടുണ്ട്. ഫിനാൻസിലിരിക്കുന്ന ആളുകൾക്കറിയാം. 90കളിലെ കാര്യമാണിത്. പലിശയ്ക്ക് കടം വാങ്ങി സ്ഥാപനം ഓടിച്ച കാലമുണ്ട്. അന്ന് അത്രമാത്രം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2003-2004 വരെ കഠിനാധ്വാനം ചെയ്ത് പ്രസ്ഥാനങ്ങളെ ബ്രേക്ക് ഈവനിലേക്ക് എത്തിച്ചു. ലേബർ ഇന്ത്യയുടെ ചുമതലയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. ടെലിവിഷനും സഞ്ചാരവും ഒക്കെയുള്ള ലോകമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ലേബർ ഇന്ത്യ വലിയ ക്രൈസിസിലേക്ക് പോയി. തൊഴിൽ പ്രശ്നങ്ങളും സാമ്പത്തിക അച്ചടക്കമില്ലാത്തതും അടക്കം പല പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷേ ലേബർ ഇന്ത്യ എന്ന ബ്രാൻഡ് ഗംഭീര സാധനമാണ്. പക്ഷേ സമയത്ത് ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു ഒരു സമയത്ത്. ഞങ്ങളൊരു സ്കൂൾ ആരംഭിച്ചപ്പോൾ അച്ഛൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയി. അതാണ് പ്രധാനമായും സംഭവിച്ച പ്രശ്നം. 1995-96 ആയപ്പോഴേക്കും വിഷ്വൽ മീഡിയയിൽ മുഴുകിയിരുന്ന എന്നോട് എല്ലാവരും കൂടി പറഞ്ഞു, ഒന്നുകിൽ നമ്മളെല്ലാവരും കൂടി മുങ്ങും, അല്ലെങ്കിൽ നീ മറ്റു പരിപാടികളൊക്കെ നിർത്തി ലേബർ ഇന്ത്യ ഏറ്റെടുക്കണമെന്ന്. ഞാൻ വരുമ്പോൾ സ്റ്റാഫിന് 4-5 മാസത്തെ ശമ്പളം കൊടുക്കാനുണ്ട്. അവർ സ്ഥാപനത്തിന് പുറത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചുമതലയിലേക്ക് വരുന്നത്. ഞങ്ങളൊരു പ്രസ് വാങ്ങിയിരുന്നു. അതിൻ്റെ തിരിച്ചടവ് മുടങ്ങി. KFCയിൽ നിന്ന് ജപ്തി ചെയ്യാൻ നോട്ടീസ് വന്നു. അതുമായി അച്ഛൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നീയാണ് അതിൻ്റെ ഉടമ, ഇനി ഇതുപോലുള്ളതുമായി എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലേബർ ഇന്ത്യയെ ലാഭത്തിലാക്കാമെന്ന്. ഞാൻ ഹോംവർക്ക് ചെയ്തു. അതിനിടെ KFCയിൽ നിന്ന് വിളി വന്നു. താനൊന്ന് ഒരു പയ്യനാണ്. ഫിനാൻസ് മാനേജർ ജോർജിനെയും കൊണ്ട് ചെന്നു. റീജിയണൽ മാനേജർ പെരുമാൾ സാറിനെ കണ്ടു. ലേബർ ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ അത് നോക്കിയാണ് പഠിക്കുന്നതെന്നും നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്നും ചോദിച്ചു. ഞാൻ വിറച്ചാണ് കയറി ചെന്നത്. അപ്പോൾ ഒരു ആശ്വാസമായി. ചില പ്രശ്നങ്ങളുണ്ടെന്നും തനിക്കൊരു പ്ലാൻ ഉണ്ട്. 1 വർഷം സമയം തന്നാൽ കുടിശ്ശിക മുഴുവൻ അടച്ചു തീർക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ആ സമയം എല്ലാ ക്ലാസ്സിലേക്കും ലേബർ ഇന്ത്യ ഇല്ല. ഞാൻ 1ാം ക്ലാസ് മുതൽ ലേബർ ഇന്ത്യ തുടങ്ങും. ഒരു സ്കീം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി 1000 രൂപ നിക്ഷേപിച്ചാൽ 10ാം ക്ലാസ് വരെ ലേബർ ഇന്ത്യ കിട്ടും. 10 കഴിയുമ്പോൾ ഈ 1000 രൂപ തിരിച്ചു കൊടുക്കും. അത് കൊള്ളാമല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വളരെ പോസിറ്റീവായിരുന്നു. ഒരു വർക്കിംഗ് ക്യാപിറ്റലും വേണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. 5 ദിവസത്തിനുള്ളിൽ പ്രോജക്റ്റ് റിപ്പോർട്ടുമായി വരാൻ പറഞ്ഞു. ജപ്തി ചെയ്യാൻ വിളിച്ചയാൾ അവസാനം പറയുന്നത് ഇനി എത്ര ലോൺ വേണം എന്നാണ്. 50 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. 6ാം ദിവസം രാവിലെ പെരുമാൾ സാർ ഇങ്ങോട്ട് വിളിച്ചു. പ്രോജക്റ്റ് റിപ്പോർട്ട് എവിടെ, കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഇന്നും ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രസ്ഥാനങ്ങളെല്ലാം ഈ തരത്തിൽ വളരാൻ താങ്ങായി തീർന്ന ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ അന്ന് സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ചിലപ്പോൾ ഉണ്ടാകില്ലായിരുന്നു. ഞാൻ വേറെ എന്തെങ്കിലും ആയേനെ, സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. സഞ്ചാരം ഒരു വിപ്ലവകരമായ മലയാള യാത്രാ വിവരണമായിരുന്നു. 1997 കുളങ്ങര തൻ്റെ യാത്രാപ്രേമവും കഥകൾ എഴുതാനുള്ള കഴിവും സംയോജിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത് പ്രശസ്തമായ സഞ്ചാരം എന്ന യാത്രാ വിവരണ പരമ്പരയുടെ സൃഷ്ടിക്ക് കാരണമായി. 2001 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ആദ്യ ഷോ. മലയാള ടെലിവിഷനിൽ ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു അത്. കുളങ്ങര സ്വയം ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് സംവിധാനം ചെയ്ത് ഈ ഷോയിൽ 130-ലധികം രാജ്യങ്ങളും 7 ഭൂഖണ്ഡങ്ങളും പ്രദർശിപ്പിച്ചു. സഞ്ചാരത്തിൻ്റെ വിജയത്തിന് ശേഷം സന്തോഷ് ജോർജ് കുളങ്ങര ട്രിപ്പ് ഡോക്യുമെൻ്ററികൾക്കായി കൂടുതൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു. 2013 അദ്ദേഹം യാത്രയെയും ചരിത്രത്തെയും കുറിച്ചുള്ള ഷോകൾ മാത്രമുള്ള സഫാരി TV എന്ന സ്റ്റേഷൻ ആരംഭിച്ചു. സഫാരി TVയുടെ ചീഫ് എക്സ്പ്ലോറർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയും സഞ്ചാരം ഇപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കുമെന്ന വസ്തുതയും തൻ്റെ കാഴ്ചക്കാർക്ക് രസകരമായ ഉള്ളടക്കം നൽകുന്നതിൽ അദ്ദേഹം എത്രത്തോളം പ്രതിജ്ഞാബദ്ധനാണെന്ന് കാണിച്ചു. വിർജിൻ ഗാലക്റ്റിക് ബഹിരാകാശ ടൂറിസ്റ്റ് പദ്ധതിയിൽ ചേർന്നപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. 2007 കുളങ്ങര ഒരു ഉപഭ്രമണ പദയാത്ര നടത്തി. അവിടെ സീറോ ഗ്രാവിറ്റി അനുഭവപ്പെട്ടു. അദ്ദേഹത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. ഈ അത്ഭുതകരമായ നേട്ടം അദ്ദേഹം
പര്യവേക്ഷണം ചെയ്യാൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും പരിധികൾ മറികടക്കാൻ അദ്ദേഹം എത്രത്തോളം തയ്യാറാണെന്നും കാണിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ജീവിതവും കൃതിയും വികാരങ്ങളുടെയും ജിജ്ഞാസയുടെയും പര്യവേക്ഷണം നടത്താനുള്ള ശക്തമായ ആഗ്രഹത്തിൻ്റെയും സവിശേഷമായ ഒരു മിശ്രിതത്തെ പ്രകടമാക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ ഭൂപ്രകൃതി മുതൽ ബഹിരാകാശത്തിൻ്റെ വിശാലത വരെ കുളങ്ങരയുടെ യാത്രാ അതിരുകൾ കടന്ന് നിരവധി ആളുകളെ സാഹസികതയും സാംസ്കാരിക ധാരണയും സ്വീകരിക്കാൻ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഈ ആധുനിക പര്യവേക്ഷകൻ കഥ പറച്ചിലിൻ്റെ അജ്ഞാത മേഖലകൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ അത്ഭുതകരമായ കഥകൾ കേൾക്കാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം.